പക്ഷേ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വെറൈറ്റി സാധനം, അതായത് ഒരു വൈറ്റ് കളർ ആനനെ കൊടുത്തിട്ടുള്ളത്. അത് ഐരാവത് എന്നൊക്കെ പറയാം. ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലിൽ ലുക്ക് കണ്ടാൽ മനസ്സിലായിണ്ടാവും. എൻഡവർ ആണ് സാധനം. 2018 മോഡൽ, വെറും 87,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. 4x4 3200 cc ആണത് വരുന്നത്. ഇനി ഈ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏതാ സാധനം എന്നുള്ളത്. ഇനി ഇതിന്റെ ഫുൾ ഡീറ്റെയിലേക്ക് നമുക്ക് കിടക്കാം. പക്ഷേ ഈ എൻഡവറിന്റെ ഫ്രണ്ടിന്റെ ഹൈറ്റ് കണ്ട, ബോണറ്റിന്റെ എന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ ഗ്രില്ലും ഈ പറയുന്ന ബമ്പറിന്റെ സ്കേർട്ടിംഗ് ഒക്കെ കാണുമ്പോഴാണ് ഇതിന് ശരിക്കും ഒരു റാപ്റ്റർ ലുക്ക് ഫീൽ കൊടുക്കണേ. ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് LED ലൈറ്റ്സും ഇതും ഈ ബമ്പർ ലിപ്പ് അല്ല, ശരിക്കും സ്കേർട്ടിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. ബമ്പർ ലിപ്പ് എന്ന് പറഞ്ഞാൽ ഈ അടിയിൽ ചെറുതായിട്ട് റബ്ബർ പീസ് വെക്കണതാ. ഈ സ്കേർട്ടിങ്ങിനോ നല്ലൊരു എമൗണ്ട് ഇതിന് വേണ്ടി നമ്മൾ ഇതിന്റെ ഓണർ ചെലവാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ അലോയ് വീലാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അലോയ് വീലിന് അറിയണവർക്ക് അറിയാം, നല്ല എക്സ്പെൻസീവ് ആണ്. ഒപ്പം തന്നെ ഇതിന്റെ ടയറും നല്ല ബട്ടണുള്ള ടയറാണ്. ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 20-25 രൂപയോളം ടയറിന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓഫ് റോഡിങ് പർപ്പസിനുള്ള ടയറാണ്. ഇനി ഇതിന്റെ സൈഡ് ബോഡി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. കാരണം ഇത് 2018 ഓൾമോസ്റ്റ് ഒരു 7 years ഓൾഡ് ആയിട്ടുള്ള വണ്ടിയുടെ ലുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിൽ തന്നെയാണ് കിടക്കണേ. ഇതിന്റെ ബ്ലാക്ക് വൈറ്റ് മിക്സ് അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം ക്രോമിയൊക്കെ ഡീക്രോം ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ സൈഡിലെ ക്രോമ് മാത്രം അത് ആ ഒരു ഒറിജിനാലിറ്റിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് ഒന്ന് കിടക്കാം. ഇന്റീരിയർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള സാധനങ്ങൾ, അതായത് ഓട്ടോമാറ്റിക് ഗിയർ, പിന്നെ ഇതൊരു പ്രീമിയം ക്ലാസ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സീറ്റ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ പെർഫോമൻസ് വൈസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പാർക്ക് അസിസ്റ്റ്, പാനോരമിക് സൺറൂഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കിഡിലൻ LED ഡിസ്പ്ലേ, അതായത് സ്ക്രീനും വരുന്നുണ്ട്, ആൻഡ്രോയിഡ്. അതിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ നോക്കാനും പറ്റും. സോ ഇതിന്റെ റേറ്റ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പറയാൻ പറ്റും. പിന്നെ ബാക്ക് ഇന്റീരിയർ ഒന്ന് നമുക്ക് കാണാം. ബാക്ക് ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാലും ഇതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. പിന്നെ ഇതിന് നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് വരുന്ന കാരണം തന്നെ ലോൺ അവൈലബിലിറ്റി ഭയങ്കര ഈസി ആയിട്ടുണ്ടാവും. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു ഡീസൽ കാർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു SUV മോഡൽ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എത്രയാണോ അത് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഡീസൽ എന്ന് പറയുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നത് ഫോർച്യൂണറിനേക്കാളും കുറച്ചും കൂടെ ഫാൻ ബേസ് ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് ഈ എൻഡവർ എന്ന് പറയുന്നത്. അങ്ങനെ ഫോർച്യൂണറിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരുപാട് ഫാൻ ബേസ് ഉണ്ട്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഓടും എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ എന്നിരുന്നാലും എൻഡവർ എന്ന് പറയുമ്പോൾ അതിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഫോർച്യൂണറിനേക്കാളും ഈ ഒരു കാറ്റഗറിയിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ആൾക്കാർ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നതും ഭയങ്കര ഒരു റോഡ് പ്രസൻസ് ഫീൽ ചെയ്യുന്ന വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഡവർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് എളുപ്പമല്ല, അതായത് ഫോർച്യൂണർ പോലെ അല്ലല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പവർ ഇത് ഓടിച്ച് തന്നെ ഫീൽ ചെയ്യേണ്ടി വരും, ഇത് കൊണ്ട് നടന്നല്ലേ ഇതിൻ്റെ ഫീൽ ചെയ്യേണ്ടി വരും. കാരണം ഫോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്കതൊരു അമേരിക്കൻ കമ്പനി, അവരുടെ ഒരു പവർ തന്നെയാണ് ഈ കാണിക്കണത്. സോ അലോയ്സിൻ്റെ കാര്യം ഇങ്ങനെ. ഇനി വണ്ടി ഒരു ഓവറോൾ ലുക്കാണ് എനിക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ തരാം. ഇനി ഇതിൻ്റെ വില അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു അതർ സ്റ്റേറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ 23 ലക്ഷമാണ് ആകെ കൂടെ ഇതിന് ആസ്കിങ് പ്രൈസ് ആയിട്ട് ചോദിക്കണം. നമുക്ക് ഇതിൻ്റെ NOC അടക്കമായിരിക്കും നിങ്ങൾക്ക് തരണ്ടാവുക. അതിൽ 20 ലക്ഷം രൂപ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ 20 ലക്ഷം രൂപയോളം ഇതിന് ഫിനാൻസ് കിട്ടും ചെയ്യും. ബാലൻസ് 2-3 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വണ്ടി വാങ്ങാം. സോ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുക. ഇതേപോലെയുള്ള കിഡിലൻ വണ്ടികൾ ഈ ചാനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.